ചിലർക്ക് ആരാധനയ്ക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ചിലർക്ക് സൺഡേ സർവീസ് മുടക്കിയാലും സാരമില്ല, ചിലർക്ക് വെള്ളിയാഴ്ച പ്രാർത്ഥന മുടക്കിയാലും സാരമില്ല, ചിലർക്ക് ഇവിടെ വന്നില്ലെങ്കിലും സാരമില്ല, യൂട്യൂബിൽ വീട്ടിൽ ഇരുന്ന് കേട്ടാൽ മതി, അവർക്ക് സാരമില്ല. ദൈവമക്കളെ ശരിയാ, സാരമില്ല. അവർ വന്നില്ലെങ്കിൽ ദൈവത്തിന് ഒരു സാരമില്ല, ഈ ശരീരത്തിന് ഒന്നും പറ്റാനില്ല. ഞാനിങ്ങനെ ഒരു പദം പറഞ്ഞ് നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുത്. ചിലർ ദൈവസഭയിൽ മുടിയും നഖവും പോലെ, കാരണം അതിനകത്ത് രക്തോട്ടവും ഇല്ല, അതിനകത്ത് എല്ലും ഇല്ല, വെട്ടിക്കളഞ്ഞ നോകത്തും ഇല്ല. നീ മുടിയാകരുത് എന്ന് വെച്ചാൽ കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രം വരരുത്. അതിനകത്ത് രക്തോട്ടവും ഇല്ല, ജീവനും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് വളർന്നു വരുന്നതിനനുസരിച്ച് മുറിച്ച് കളയുക. ചിലർ നഖം പോലെ വളർന്നു വരുന്നതിനനുസരിച്ച് മുറിച്ച് കളയും. ഒരു പെയിനും ഇല്ല, സഭ അറിയത്തുപോലും ഇല്ല ഇവർ വരാത്തത്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ ആ വാക്ക്. ഇത് മുറിഞ്ഞു പോയത് സഭ അറിയത്തുപോലും ഇല്ല. നിന്റെ അകത്ത് രക്തം ഓടണം കേട്ടോ, നിന്റെ അകത്ത് രക്തം ഓടണം എന്ന് വെച്ചാൽ നീ മുറിഞ്ഞ് മാറുമ്പോ നോവണം, നീ മുറിഞ്ഞങ്ങോട്ട് മാറുമ്പോ നോവണം. അതുപോലെ നിൽക്കണം സഭയ്ക്കകത്ത്, അതുപോലെ നിൽക്കണം. ചിലർ നമ്മളെല്ലാരെയും ഒന്നും കണ്ട് മീറ്റ് ചെയ്ത് കൈയൊന്നും കൊടുക്കത്തില്ല. പക്ഷെ വന്നില്ലേ, ചിലർ വന്നില്ലേ നമ്മൾ അറിയും. കഴിഞ്ഞ സൺഡേ വന്നില്ല, ശരിയാണോ? ചിലർ വന്നില്ലെങ്കിൽ നമ്മൾ അറിയും. എന്നാ കാര്യം എന്നറിയോ? അത് രക്തോട്ടം ഉള്ള അവയവോ. അത് മുറിഞ്ഞാൽ അതൊരു ദിവസം ആബ്സെൻ്റ് ആണെങ്കിൽ നമ്മൾ അറിയും. ചിലർ 4 വർഷം അടുപ്പിച്ച് വന്നിട്ട് ഒരു ദിവസം വരാതിരുന്നാൽ പോലും നമ്മൾ അറിയുകയില്ല. ഭംഗിക്ക് വരല്ലേ, ഇരുന്നാൽ ഒരു ഭംഗിയാ, നിറഞ്ഞൊക്കെ ഇരിക്കും, പക്ഷെ വലിയ ഗുണമൊന്നുമില്ല, രക്തോട്ടം ഇല്ല. നീ മുടി നഖമാകരുത്, മുറിഞ്ഞാൽ അറിയണം. അതുപോലൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആകണം ഈ ശരീരത്തിൻ്റെ, ഈ ദൈവസഭ എന്ന ശരീരത്തിൻ്റെ, കർത്താവിൻ്റെ മണവാട്ടി എന്ന ഈ ശരീരത്തിൻ്റെ ഒരു സെക്കൻഡ് മാറി നിന്നാ മരിച്ചു പോകും. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ബോഡി പാർട്ടാകണം നീ. പത്രോസിനെ എത്ര വേണമെങ്കിലും തള്ളി പറയാം, കളഞ്ഞ വള്ളവും വില എടുത്തുകൊണ്ട് തിരിച്ച് മീൻ പിടിക്കാൻ പോകാം. പക്ഷെ യോഹന്നാന് പോകാൻ പറ്റില്ല. എല്ലാവരും ഓടി മാറുമ്പോഴും കുരിശന്റെ ചുവട്ടിൽ നിന്ന് യോഹന്നാന് മാറാൻ പറ്റത്തില്ല. പത്രോസ് തിരിച്ചു വന്നില്ലേ പാസ്റ്ററെ? തിരിച്ചു വന്നവൻ ഉണർവിന്റെ പ്രാസംഗികനായില്ലേ പാസ്റ്ററെ? പിന്നെ ഉറപ്പായിട്ടും ദൈവസഭയുടെ ആദ്യത്തെ പോപ്പായില്ലേ? തീർച്ചയായിട്ടുമായി. ഇത്രയും തവണ തള്ളിപ്പറയുകയും പിന്മാറ്റത്തിൽ പോയവനെ ദൈവം ഉപയോഗിച്ചില്ലേ? ഉറപ്പായിട്ടും ഉപയോഗിച്ചു. പിന്നെ യോഹന്നാൻ ഇത്രയും പ്രത്യേകത, അവൻ ഒരിക്കൽ പോലും മാറിയില്ല. എന്നാ അവനൊന്ന് പോയിട്ട് തിരിച്ചു വന്നായിരുന്നു വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ വെളിപ്പാട് തുറക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ പിന്മാറ്റത്തിൽ ഒരിക്കൽ പോലും പോകരുത്. അവനാണ് വെളിപ്പാട് തുറന്നത്. അവനാണ് the book of revelation. അവനാണ് വെളിപ്പാട് തുറന്നത്. ഒരിക്കൽ പോലും ഇടയ്ക്കിടയ്ക്ക് വീണേച്ച് തിരിച്ചു കയറി വരുന്നവൻ ഉണർവിന്റെ പ്രാസംഗികനാകും. അവൻ പിടിച്ചാലും മുട്ടും നരിയാണിമൊക്കെ ഉറയ്ക്കും. അവൻ സ്നാനപ്പെടുത്തിയാലും 3000 സ്നാനപ്പെടും. അവൻ പ്രസംഗിച്ചാലും 5000 രക്ഷപ്പെടും. പക്ഷെ വെളിപ്പാട് നീക്കി ചിലത് ദൈവം കാണിക്കണമെങ്കിൽ നീ അത്രയും ഇമ്പോർട്ടന്റ് ഭാഗമാകണം. അവനെ നോക്കിയാണ്, ആ യോഹന്നാനെ നോക്കിയ ദൈവം പറഞ്ഞു, ഇവൻ മരിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പത്രോസിനെ നോക്കി പറഞ്ഞു, നീ തള്ളി പറയും. യോഹന്നാനെ നോക്കി പറഞ്ഞു, ഇവൻ മരിക്കരുതെന്ന് എന്റെ ആഗ്രഹമാണ്. പത്രോസ് ശരീരത്തിൽ ഏറ്റവും ഒരു മുറിവ് പോലായിരിക്കും, ക്ഷമിക്കണേ അങ്ങനെയൊക്കെ പറയുന്നില്ല, അതങ്ങ് ഉണങ്ങി. പക്ഷേ യോഹന്നാൻ ഹൃദയമായിരുന്നു. 1 മിനിറ്റ് ഇടിക്കാതിരുന്നാൽ ശരീരം ഫങ്ഷൻ ചെയ്ത് നിന്നു. സംവിധാനം മൊത്തം അലങ്കോലപ്പെടുമെന്ന്. ഇവിടെ ഒരു പ്രാർത്ഥന വയ്ക്കുമ്പോൾ, ഒരു ഉപവാസ പ്രാർത്ഥന വയ്ക്കുമ്പോൾ, ബൈബിൾ സ്റ്റഡി വയ്ക്കുമ്പോഴത്തേന് വന്നേ പറ്റത്തുള്ളെന്ന് ദൈവത്തിനുള്ളതിനെ ദൈവം കൊണ്ടുവന്നിരിക്കും. അത് എൻ്റെ നിർബന്ധമല്ല, ദൈവത്തിൻ്റെ നിർബന്ധമാണ്. കാരണം യോഹന്നാൻ മരിക്കരുത്, ഹാർട്ട് നിൽക്കരുത്. വിരളൊന്നും ഒടിഞ്ഞാലും സാരമില്ല, കൈ ഒടിഞ്ഞാലും സാരമില്ല, അതൊന്നും കെട്ടിവെച്ചാലും കാര്യങ്ങളെല്ലാം നടന്നോളും. പക്ഷെ ഇത് നിൽക്കരുതെന്ന്. ശരീരത്തിന് നമ്മൾ ഉറങ്ങുമ്പോൾ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഉറങ്ങും, പക്ഷെ ഹൃദയം ഉറങ്ങുമോ? അന്നേരം ഓടിച്ചുകൊണ്ടിരിക്കും. ശരിയാണോ? ആ സമയത്ത് പോലും നിന്നെ ദൈവ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേപ്പിച്ച് ഇരുത്തുന്നത് എന്തിനാണെന്നറിയാവോ? അപ്പൊ തിരിച്ചു ചോദിക്കല്ലേ, എല്ലാവരും ഉറങ്ങുമല്ലേ, ഞാനും ഉറങ്ങട്ടെ? ഇല്ല, ഹൃദയം ഉറങ്ങിയാൽ ശരീരം ചാകും.
നിന്റെ ഒരു ശരീരത്തിന്റെ അവയവമാ, പക്ഷെ സകല സംവിധാനങ്ങളും ഉറങ്ങുമ്പോഴും ഒരുത്തൻ അന്നേരം ഇടിച്ചോണ്ടിരിക്കുക. നിനക്ക് മാത്രമല്ല ഇത്രയും ആത്മീക തീഷ്ണത, നിനക്ക് മാത്രമല്ല ഇത്രയും അന്യഭാഷ, നിനക്ക് മാത്രമല്ല ഇത്രയും ബൈബിൾ ധ്യാനം. നീ ഇടിച്ചോണ്ടിരുന്നാലേ ഈ ശരീരം ജീവനോടിരിക്കും. ഒറ്റ ശരീരമാണ്, ഒറ്റ ശരീരത്തിന്റെ അവയവങ്ങളാ, പക്ഷെ ഫങ്ഷൻ വേറെയാ. ചിലർക്ക് ഉറങ്ങാൻ പാടില്ല. ചിലർക്ക് തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കാം, ചിലർക്ക് തൽക്കാലം പോലും റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. നിന്റെ വിളി അതുപോലെ മേജർ വിളിയായിരിക്കണം. നീ ഒന്ന് ഉറങ്ങിയ ശരീരം അറിയണം. അതുപോലെ ഇമ്പോർട്ടന്റ് പാർട്ടായിരിക്കണം നീ ശരീരത്തിന്റെ. ഈ സഭയുടെ ക്രിസ്തു എന്ന ശരീരത്തിന്റെ മേജർ പോർഷൻ ആയിരിക്കണം നീ. പിടിച്ച് കെട്ടി വെച്ചേക്കുക, പോവാൻ പറ്റുന്നില്ല. കേട്ടെ എല്ലാരെയും പോലെ അല്ല നീ. നീ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്, നീ കൂട്ടായ്മയ്ക്ക് വരണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്, നീ വിളിക്കകത്ത് കയറണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ബാക്കിയുള്ളവരെല്ലാം എന്നാ വേണേലും ചെയ്തോട്ടെന്ന്. ചിലപ്പോൾ പറയുമായിരിക്കും അതിവിശുദ്ധിയാണ്, ആത്മീയതയാണ്, ഷോ ഓഫ് ആണെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ നിന്റെ ഷോ ഓഫ് ആണ് ചിലപ്പോൾ സഭ ഓടുന്നത്. നിന്റെ പ്രാർത്ഥനയില്ല സഭ ഓടുന്നേ, ഇല്ലേ? ആണെന്നേ, അതിനകത്ത് ഒരു മടിയും വേണ്ടത് പറയാൻ. ഒരു ആമേൻ പറ. ഞാൻ ഒന്നുകൂടെ പറയാം, നിന്റെ പ്രാർത്ഥനയില്ല സഭ മൂവ് ചെയ്യുന്നത്. ആമേൻ പറ. നീ ഉറങ്ങാതെ 3 മണിക്കും 4 മണിക്കും എഴുന്നേക്കുന്നത് കൊണ്ടാണ് സഭ മൂവ് ചെയ്യുന്നത്. ആ സമയത്ത് ക്ഷീണമുള്ളവരെല്ലാം ഉറങ്ങിക്കോട്ടെ, പക്ഷെ നിന്നെ ഉറക്കാൻ ദൈവം വിടുകയില്ല. കാരണം ഹൃദയം ഉറങ്ങിയ ചത്തന്ന്, ഹൃദയം ഉറങ്ങിയ തീർന്നു. കൈ ഉറങ്ങിക്കോട്ടെ, കാലുറങ്ങിക്കോട്ടെ, അകത്ത് ഈ സിസ്റ്റം മൊത്തം ഉറങ്ങിക്കോട്ടെ, പക്ഷെ ഹൃദയം ഉറങ്ങല്ല. പത്രോസ് പോയിക്കോട്ടെ, പക്ഷെ യോഹന്നാന് പോകാൻ പറ്റത്തില്ല. കാരണം അവനാ വെളിപ്പാട് തുറക്കാനുള്ളവനാ. പത്രോസ് ഒരു സീസൺ ഇളക്കിയ ചങ്ങ് പോകും, പത്രോസ് ഒരു സീസൺ ഉണർവുണ്ടാക്കിയ ചങ്ങ് പോകും, പത്രോസ് ഒരു സീസന്റെ ഭൂതത്തെ ഇളക്കിയ ചങ്ങ് പോകും, പത്രോസ് ഒരു കാലഘട്ടത്തിന്റെ പോപ്പായിട്ട് അങ്ങ് പോകും. പക്ഷെ യോഹന്നാൻ ഇരിക്കണം. എന്തിന്? അന്ത്യകാലത്തിന്റെ വെളിപ്പാടിന് വേണ്ടി യോഹന്നാൻ ഇരിക്കണം.